ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ട്. അപ്പോൾ ഈ പൂ കണ്ടില്ലേ, അത് വിരിഞ്ഞ് കഴിഞ്ഞ പൂവാണേ. എന്നിട്ടും എന്താ ഭംഗി നോക്കൂ. ഇത് പിന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പിങ്കും റെഡും കൂടെ ഉള്ള വെറൈറ്റിയാണേ. അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ അങ്ങനെ വെട്ടിയെടുത്ത് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ബ്ലീഡിങ് ഹാർട്ട് ചെടി തന്നെ, അതിൻ്റെ വൈറ്റും റെഡും കൂടെ ഉള്ളത് റീപോട്ട് അതെങ്ങനെ പോട്ട് ചെയ്യുന്നതെന്നുള്ളതും അതിന് എന്തൊക്കെ പോട്ടിംഗ് മിക്സും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കൊമ്പുകൾ വേര് പിടിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടിട്ടാണ് വേര് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഇപ്പം 3 കമ്പ് വെച്ച് കഴിഞ്ഞാൽ 3ഉം പിന്നെ വേര് പിടിച്ച് വരും. ഒന്ന് ഉണങ്ങി പോകുമെന്ന് നമുക്ക് പേടിക്കണ്ട. അപ്പോൾ ഇത് കുറേ നാളായതാണേ. ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെയിലത്തിരുന്നത് കൊണ്ട് അതിനകത്ത് പായലും പിടിച്ചു. അപ്പോൾ ഈ മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ പായൽ പിടിച്ച് ഇരിക്കുകയായിരുന്നു. നിറയെ വേര് വന്നിട്ടുണ്ട്. നല്ല ബെഡ് കണക്ക് വേര് ആ ബോട്ടിലിൻ്റെ ഷേപ്പിന് വന്നിരിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ പ്രൂൺ ചെയ്ത സമയത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു വിത്താണേ ഇതിൻ്റെ ഈ വൈറ്റും റെഡും കൂടെ ഉള്ള പിന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ചെടി ഒരു പൂവിൽ നിന്ന് കിട്ടിയ വിത്താണ് അത് നമുക്ക് നട്ടു നോക്കാം. പിടിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും നട്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചും തരാം. അപ്പോൾ അതിന് ആദ്യമേ നമുക്ക് വേണ്ട ചട്ടി എടുക്കുക. ഇതിപ്പോൾ കുറേ കൊമ്പുകൾ ഒരുമിച്ച് വളർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ പിരിച്ച് മാറ്റിയെടുക്കുന്നില്ല, കാരണം ആ വേരെല്ലാം ഒരുമിച്ച് കൂടി കളർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒരു ചട്ടിയിലിടാം. അപ്പോൾ വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്ക് ചട്ടിയുടെ ഹോളെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ പോട്ടി മിക്സാണേ. ഇപ്പോൾ നമ്മൾ ചട്ടിയുടെ അടിയിൽ ഞാൻ എല്ലാ ചെടി നടുമ്പോഴും ഞാൻ വെക്കുന്ന കണക്ക് തന്നെ കുറച്ച് കരിയില ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കരിയിലെല്ലാം തൂത്തുകൂട്ടി വാരി വെക്കും. കുറേ എല്ലാം നമുക്ക് വാരി വെക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തൂത്തുകൂട്ടി വാരി വെക്കും ചാക്കിനകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെടികൾ നടുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ എന്നിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. പോട്ടി മിക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ മേൽമണ്ണ്, സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഫംഗിസൈഡാണ് അത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പോട്ടി മിക്സിൽ തന്നെ വളവും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഇനി ഇതിനകത്ത് വളമൊന്നും ഇടേണ്ട ആവശ്യവും വരുന്നില്ല. എന്നിട്ട് അത് നമുക്ക് അതേ രീതിയിൽ തന്നെ ഞാൻ വേരൊന്നും പറിച്ച് കളയുന്നില്ല, അത് അതേ രീതിയിൽ തന്നെ നട്ടു വെക്കുകയാണേ, വെച്ച് കൊടുക്കുക. എന്നിട്ട് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് വെക്കാത്തതാണ് നല്ലത്. ഒരു ഷെയ്ഡിൻ്റെ അടിയിലോ ഒക്കെ ആയിട്ട് വെക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത്. എന്നാലേ നല്ല പച്ച കളറിലെ ഇലയൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ഒരു ഏളം പച്ച കളറിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് വെള്ളം നന എപ്പോഴും ആവശ്യമുള്ളൊരു ചെടിയാണ്. കാരണം ഒരു ദിവസം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും വേനൽക്കാലമൊക്കെ ആകുമ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ വാടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നനവുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിലാണ് നല്ലത്. പിന്നെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, എന്നും ഒഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ചകിരിച്ചോറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് 1-2 ദിവസം ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ ഈ ചെടിയെ സംബന്ധിച്ച് വേറൊരു കാര്യം പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ പൂ വന്നു കഴിഞ്ഞാൽ അത് വാടി കൊഴിഞ്ഞു പോകാറൊക്കെ ആകുന്ന സമയത്ത്, അതിൻ്റെ ഭംഗിയൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ആ പൂക്കുലയിൽ നിന്ന് ഒരു 2-3 ഇലയുടെ അടിയിൽ വെച്ചിട്ട് അത് മുറിച്ച് കളയാവുന്നതാണ്. കളയുമ്പോൾ വീണ്ടും അത് പൊട്ടിക്കിളിച്ചിട്ട് എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും.
പിന്നെ ഈ ചെടി നമുക്ക് ക്രീപ്പറായിട്ട് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബുഷിയായിട്ട് ചട്ടിയിൽ ബുഷിയായിട്ട് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിർത്താം. കുറ്റിച്ചെടിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിലും ഇതേമാതിരി തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. നിറയെ പൊട്ടി കിളിച്ചിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കും. ഇപ്പോൾ ആ വിത്തും കൂടെ ഞാൻ ഈ ചട്ടിയിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദിവസവും വെള്ളം ഒഴിക്കുന്നത് നല്ലത്. പിന്നെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതെ ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേമാതിരി ഇപ്പോൾ ഇതിനകത്ത് വളവും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കുറച്ച് വളർച്ച എത്തിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. വളം ജൈവ സ്ലറികളോ അല്ലെന്നുണ്ടെങ്കിൽ 19-19 ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത്. എല്ലാവരും പിന്നെ ഒരു ചുവടെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.